കുഞ്ഞാപ്പല്ലേ ഈ ജ്യൂസ് കുഞ്ഞാപ്പന് കൊടുത്താലോ? ഇതങ്ങ് പെരയിലങ്ങ് ഉണ്ട്. ഇത് കുഞ്ഞാപ്പന് കൊടുക്കാൻ പാവാണ്, എനിക്ക് കൊടുക്കാം. കുഞ്ഞാപ്പ ഏടാ ഇന്നടെ ജ്യൂസ് എന്നടാ. എന്താണ് ജ്യൂസാ? ഇക്കന്റെ ജ്യൂസൊന്നും വേണ്ട. ജ്യൂസൊന്നൊക്കെ വേണ്ട. എന്ത് അടി പെണ്ണ് കണ്ടാ കൂടി മുണ്ടലില്ല. ഇപ്പൊ പെണ്ണ് പുതിയൊരു ഐഡിയ ആയിട്ട് നടക്കണില്ലേ? ആടി പെണ്ണുങ്ങളെ ഇജ്ജിപ്പ മഞ്ഞ ജ്യൂസും കാണിച്ചിട്ട് ഇന്നെ വശീകരിച്ചിട്ട് കൊല്ലാൻ നോക്കല്ലേ? അതൊരിക്കലും നടക്കൂലടി. പോയ പറഞ്ഞ ആർക്കൊക്കെ കൊടുത്തോ? കുട്ടികൾക്കോ ആർക്കൊക്കെ കൊടുത്തോ? ഇന്നെ കിട്ടൂലട്ടാ. എന്റെ അമ്മ ഞാൻ പറയൂ. ചെക്കൻ എന്താ പറഞ്ഞത്? ചെക്കൻ്റെ ജ്യൂസ് വേണ്ടേ? ചെക്കൻ എന്തൊക്കെ പുറത്ത് പോകണ്ടല്ലോ. ആണൊക്കെ മതി. പാവല്ലേ ചെക്കൻ തിരക്കാൻ. ചെക്കൻ എന്തൊക്കെയാ ഇവിടെ വിളിച്ചറിയണേ? വേണേ തരില്ല, തരില്ല, നമുക്ക് വേണ്ട. ഇന്നോട് കുറ്റമുണ്ട്. എന്ത് പോയിക്കോ. എടിയേ മൈമു എന്റെ സൂത്രൊക്കെ അറിയാ. ഇതൊന്നും മുണ്ടാതെ പോണ്. ഞാൻ അന്നോട് എത്ര തവണ പറഞ്ഞിക്കണ് ഇന്നെ കല്യാണം കഴിച്ചൂടെ എന്ന്. അന്നൊക്കെ ജിന്റെ മുണ്ടിയില്ല. ഇപ്പൊ എന്റെ കല്യാണം നടക്കണില്ല. അന്നെ ആര് കല്യാണം കഴിച്ചു കൊണ്ടുപോകണില്ല അല്ലേ? ചിലപ്പോ ആരെയും പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ജ്യൂസ് തന്നിട്ട് ഇന്ന ആദ്യം കൊല്ലുക, എന്നിട്ട് രണ്ടാമത്തെ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അനക്ക് ആ മാപ്പിളക്ക് സുഖമായി ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? എന്റെ ആ സൂത്രം നടക്കൂല. ഞാൻ പൊട്ടന്നല്ല എന്റെ ജ്യൂസ് വാങ്ങി കുടിക്കാന്. എന്നില്ലാത്തൊരു സ്നേഹം ജ്യൂസായിട്ട്. അല്ലെങ്കിൽ പെണ്ണ് എവിടുന്ന് കല്യാണത്തിന് കണ്ടാലും മുണ്ടൂല, എവിടുന്ന് കണ്ടാലും മുണ്ടൂല. മുണ്ടാതെ പോയിക്കോ. എന്റെ പേരൊക്കെ ആർക്കാച്ച കൊടുത്താലേ ഇക്ക് എന്റെ ജ്യൂസും വേണ്ട. ഇന്നെ കൊല്ലാനും ഇപ്പൊ കിട്ടൂല ട്ടാ. എന്റെ അമ്മയ്ക്ക് അറിയണെങ്കിൽ എന്നെ ചൂല് കെട്ടിട്ടടിക്കും. ഓളൊരു ജ്യൂസ്. ഞാൻ പോവാണ്. കുഞ്ഞാപ്പം തോടണ്. കുഞ്ഞാപ്പോ എന്താ കുഞ്ഞാപ്പ ഓടണ്? ഇടുവാ എന്താ ഓടണ്? മൈമൂനെ മൈമൂനെ കൊല്ലാൻ നോക്കി. കൊല്ലാൻ നോക്കിയ മൈമൂല നമ്മളെ മൈമൂല തെക്ക വീട്ടിലെ മൈമൂല. പെണ്ണിന് കുറച്ച് അഹങ്കാരം കൂടിന്നില്ലേ? ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഞാൻ പെണ്ണിനെ കല്യാണം കഴിക്കാണ്ട് ചോദിച്ചിട്ട് റെഡി ആയിന്നൊക്കെ പറഞ്ഞില്ല. പെണ്ണ് എല്ലാരും കൂടി ഇന്നെ അടിക്കാൻ നോക്കിയില്ലേ? കാര്യങ്ങളൊക്കെ കൂട്ടി കുഞ്ഞാപ്പ വാ ഒരു പാർട്ടി തരാന്ന് പറഞ്ഞിട്ട് ഓളെ പെരേക്ക് വിളിച്ചില്ലേ? എന്നെ കല്യാണം കഴിക്കും ചെയ്യാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എല്ലാ പെണ്ണുങ്ങളും കൂടി ഇന്നെ കളിയാക്കി കൊറേ പലതും പറഞ്ഞില്ലേ? അതിന്റെ ശേഷം മൈമൂനിട്ട് മുണ്ടിലില്ല, ഞാനും മുണ്ടിലില്ലല്ലോ. ഇമ്മ എന്നോട് പറഞ്ഞിരിക്കണല്ലോ മൈമൂനിട്ട് ഇനി മുണ്ടും ചെയ്യണ്ട. ഇജ്ജ് ഓരോ പൊട്ടത്തരം കാണിച്ചിട്ട് മൈമൂനിനോട് ഇടയ്ക്ക് ഇതിന് തരുന്നത് ഇല്ലാതായില്ലേ? പറഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പൊ മൈമൂനൊരു മുണ്ടിലൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ വരുമ്പോണ്ട് മൈമൂ വലിയൊരു കുപ്പിയില് ജ്യൂസിട്ട് നടക്കുന്ന വരുന്നേ. ഞാന് കസായ വെച്ചിക്കണേല് പറയാൻ പറ്റൂല. ഞാന് വേറെ ആൾക്കാരങ്ങ ആദ്യമൊക്കെ ആണെങ്കിൽ കുടിച്ചിരുന്നു. അപ്പൊ ആ നാസ്മെന്റ് എന്താണ് നാസ്മെന്റ് ഇതാക്കിനൊക്കെ പേടിയാണ്. അപ്പൊ അമ്മ പറഞ്ഞിക്കണ് ഞാപ്പോ ആരും മുട്ടായി തന്നാ കുടിക്കരുത്, ബിസ്ക്കറ്റ് തന്നാ കുടിക്കരുത്, ഒന്നും തന്നാ കുടിക്കരുത് എന്ന് പറഞ്ഞു. മേടിക്കരുതും കുടിക്കരുതെന്നൊക്കെ പറഞ്ഞിരിക്കണ്. എന്നോട് പറയാല. അപ്പോഴാണ് ഈ മൈമ് ഈ ഇതൊക്കെ വരുന്നത്. മൈമുണ്ട് ഒന്നും ജാഥ മുണ്ടാൻ വരുന്നിക്കണ്. പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒന്നും ശരിയാവണില്ല. എന്താ സൂത്രം? പിന്നെ കൊന്നു കഴിഞ്ഞാല് ഓൾക്ക് വേറെ കല്യാണം കഴിക്കാലോ. അങ്ങനല്ല. മറ്റേ പെണ്ണോട് ആരോ പറഞ്ഞിട്ടത്ര ആ ചെക്കനെ കൊന്നിട്ടില്ലെങ്കിൽ വേറെ ആളെ കല്യാണം കഴിക്കാന്ന്. അതേമാതിരി ഇന്നൊരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന ജ്യൂസ് എന്ത് കൊല്ലിയ സ്നേഹം നടിച്ചിട്ട് അങ്ങനെ. എന്നിട്ട് അത് കഴിഞ്ഞാല് എന്താണ് ഞാൻ മരിക്കും ചെയ്യും, ഓൾക്ക് മറ്റേ ചെക്കനെ കല്യാണം കഴിക്കും ചെയ്യേക്കാരല്ലേ? ഇങ്ങനെ കാട്ടി വിളിക്കാനെ എന്ത് കണ്ടാലും വാങ്ങണ ആളല്ലോ. എന്ത് കണ്ടും കാണുമാരല്ലേ? അത് മരിച്ചു പോവും. മരിക്കണേന് പേടിണ്ടല്ലേ? അല്ല പിന്നെ പെണ്ണാക്കാൻ പറ്റില്ലല്ലോ. ഈ മൈമൂനെ പിന്നെ എല്ലാരും പറഞ്ഞു മൈമൂനെ കല്യാണം കഴിക്കാണ്ട് നല്ലത് ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതിരിക്കല്ലേ. ഭയങ്കര വായില നാവത്രേ. മൈമൂന് ഇപ്പൊ എവിടുന്ന വന്നിരുന്നു? ജ്യൂസ് ആയിട്ട് നടക്കായിരുന്നു.
ഓള് കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടിരിക്കാവേ ആ എന്നിട്ട് അതില് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവും ഇത് തരാൻ വേണ്ടിട്ട് കസായ വെച്ചിട്ടുണ്ടാവും. ആ കസായ അരിഷ്ടൊക്കെ വെച്ചിട്ടുണ്ടാവേ ആ ഓളെ സൂത്രം നടന്നില്ല. ആ എന്തായാലും കുഞ്ഞപ്പോ അന്ന് ഇല്ല, ഞാൻ ഇജ്ജൊന്ന് ഒരുപാട് രക്ഷപ്പെട്ട്. ഒന്ന് ശ്രദ്ധിക്കണ നല്ലതാണ്. ഇനിയിപ്പോ വേറെ എന്തേലും ഞാൻ ഇല്ലാതെ കഴിച്ചു ഇന്നലെ വേലക്ക് പോയിട്ട് ആ ഞാൻ കഴിച്ചല്ല സാന്തേച്ചി തന്നതാണ്. ആ എന്നിട്ട് ഞാനാണ് പോകുമ്പോ സാന്തേച്ചി പറഞ്ഞു കുഞ്ഞാപ്പോ എന്റെ അമ്മാക്കും എനിക്ക് നല്ല ഇഷ്ടമല്ല ഈലവി, ആ അങ്ങനെ ഈലവി തന്ന്. ആ ഉം. അത് 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 തിന്നുകൊണ്ട് നടക്കുമ്പോഴല്ലേ ഓളെ കണ്ടത്. അത് തിന്നത് ഒന്നാമത് വയറ്റിലേക്ക് പോയി പേടിച്ചിട്ട്. എനിക്ക് ഇനി പേടി പേടിച്ച് രാത്രി ഞാൻ പേടിച്ച് തുടങ്ങിയൊക്കെ നമുക്കതാ പേടി. ഇനി ഞാൻ ശ്രദ്ധിക്കണ നല്ലാണ്. ഓള് ഇനിയും വരും. അതെന്നെ ശ്രദ്ധിക്കണല്ലേ. ആ ഇനി ഞാന് ഒരു പെണ്ണ് വന്നാലും ഞാൻ പോവില്ല. ആ എനിക്കല്ല സുന്ദരി എവിടെയെങ്കിലും ഉണ്ടാവും ആ അല്ലേ. ജ്യൂസ് ആയിട്ട് നടക്കണവരെ ജ്യൂസ് കുടിച്ചില്ല കല്യാണം വേണ്ട. അതല്ല ആ. ജ്യൂസേ ഞാന് ജ്യൂസ് എന്നാലും മേടിക്കണ്ടോട്ടാ. പറ്റൂല. പെണ്ണുങ്ങളെ സൂത്രക്കാരികളാണ്. ആണുങ്ങളെന്നാലോ നമ്മള് പാവല്ല ആണുങ്ങള്. ആ നമ്മള് പെടും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും ചെയ്യും. ചില പെണ്ണുങ്ങള് നമ്മളെ ചതിക്കാൻ വേണ്ടി സ്നേഹിക്കും ജ്യൂസും ഇതൊക്കെ തരും. പക്ഷെ ഈ നമ്മളെ പോലത്തെ പൊട്ടന്മാർ ആ പൊട്ടന്മാരാണെങ്കിൽ കുടിക്കും ചെയ്യും. പാവാണ്. കുറിച്ചത് അറിയാം. നല്ല അത്രക്ക് ഉള്ളിന്റെ സ്നേഹം. ആ ഇതിപ്പോ കസായ ഉണ്ടെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അറിയാം. ഈ കയ്പും പെണ്ണിന്റെ ഇതൊക്കെ നമ്മള് ടിവിയിലൊക്കെ കണ്ടില്ലേ, പെണ്ണ് ചിരിച്ചും കളിച്ചിട്ടാണ് ആ ചക്കനക്ക് ജ്യൂസ് കൊടുക്കുന്നത്. അതേമാതിരിയാണ് മൈമു ചിരിച്ചിട്ട് എനിക്ക് തന്നിട്ട്. അപ്പൊക്ക് ഞാൻ ഒന്ന് ആലോചിച്ച് രണ്ടും ഒരേമാതിരി തന്നെ വരുന്നുണ്ട്. അപ്പൊ ആ ചിന്ത എനിക്ക് വന്നിട്ടുണ്ടാവും. ചിന്ത വന്നോണ്ട് രസപ്പെട്ട് ഞാൻ പോട്ടെ. കുഞ്ഞപ്പോ ശ്രദ്ധിച്ചു നടന്നോ. ഞാൻ ശ്രദ്ധിച്ചിട്ട് തന്നെ നടക്കുള്ളൂ. ഞാൻ പോയി എന്നായിക്കോട്ടെ. കണ്ടപ്പോ എന്നോട് പറഞ്ഞു ഞാൻ തന്നെ ചേട്ടനോട് പറയണേ, ബാബേട്ടനോട് പറഞ്ഞല്ല, ആരോടും പറയണോ. ഇതേമാതിരി ഓള് കഷ്ടക്കാലം ജ്യൂസ് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ തെളിവ് നല്ലതാണ്. ഞാൻ തന്നെ എന്തപ്പോ ജോഡി വിചാരിച്ചിട്ടേ. ഞാൻ പോയടാ. ആ എന്നായിക്കോട്ടെ.